അതേപോലെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. ഓക്കെ, ഇനി നമ്മളിപ്പം ഡീൽ ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്താണെന്നും ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അതിൽ പലതരത്തിലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇങ്ങനെ പലതരത്തിൽ പൊല്യൂഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷൻ ആണ്. അതിനു മുന്നേ സെക്കൻഡ് മൊഡ്യൂളിലെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് സിലബസിലുള്ള കണ്ടന്റ്സ്: എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഴ്സസ്, സീറോ വേസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് 3R കൺസെപ്റ്റ് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, greenhouse effect, global warming, climate change, ozone layer depletion, carbon credits, carbon trading and carbon footprint, last legal provisions for environmental protection. ഇത്രയും കണ്ടന്റ്സ് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അല്ലെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. First, definition of air pollution. Air pollution occurs when the air contains gases, dust, fumes, or odor in harmful amounts. That is, amounts which could be harmful to the health or comfort of humans and animals, or which could damage to plants and materials. The substances that cause air pollution are called pollutants. ഇപ്പൊ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എയറിലുള്ള ഗ്യാസസിന്റെയും ഡസ്റ്റിന്റെ ഒക്കെ അളവ് ഒരു ലിമിറ്റിൽ കൂടുതൽ നമുക്ക് ഹ്യൂമൻസിനായാലും ആനിമൽസിനായാലും ഹാംഫുൾ ആയിട്ടുള്ള എമൗണ്ട്സിൽ ഡസ്റ്റ്, ഗ്യാസസ് ഇതൊക്കെ ഒരു ലിമിറ്റിൽ കൂടുമ്പോഴാണ് നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവുന്നത്. എയർ പൊല്യൂട്ടഡ് ആവുന്ന ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസ് എയർ പൊല്യൂഷൻ ആർ കോൾഡ് പൊല്യൂട്ടൻസ്. ഈ പൊല്യൂട്ടഡ് ആക്കുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് പൊല്യൂട്ടൻസ്. ഓക്കെ, then types of air pollution. എയർ പൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്: ഔട്ട്ഡോർ എയർ പൊല്യൂഷനും ഇൻഡോർ എയർ പൊല്യൂഷനും. അതിൽ ഔട്ട്ഡോർ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എയർ പൊല്യൂഷന്: ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ ആൻഡ് ഇൻഡോർ എയർ പൊല്യൂഷൻ. ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ ഡീൽസ് വിത്ത് സ്മോക്ക്, പെർട്ടിക്കുലേറ്റ്സ്, ആസിഡ് റെയിൻ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഇതൊക്കെ ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് ഇൻഡോർ എയർ പൊല്യൂഷൻ. ഇനി അതുപോലെ എയർ പൊല്യൂഷന്റെ കോസസ്, എയർ പൊല്യൂഷനുള്ള കാരണങ്ങൾ. എയർ പൊല്യൂഷനെ അതും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: നാച്ചുറൽ സോഴ്സസ് ആൻഡ് ഹ്യൂമൻ സോഴ്സസ്. നാച്ചുറൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിൽ തന്നെയുള്ള ഉത്ഭവങ്ങൾ. ഈ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്ന കാരണങ്ങൾ, നേച്ചറിൽ തന്നെ ഉണ്ടാവുന്ന കാരണങ്ങൾ. എക്സാമ്പിൾ: സ്മോക്ക് ദാറ്റ് കംസ് ഫ്രം വൈൽഡ് ഫയർസ്, വോൾക്കാനോസ്, മീഥെയിൻ, ഡസ്റ്റ് എക്സെട്ര. കാരണം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, വൈൽഡ് ഫയേഴ്സ്, വോൾക്കാനോസ് ഒക്കെ. വൈൽഡ് ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കാട്ടുതീ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് പുകകൾ ഉണ്ടാവും അല്ലെ, സ്മോക്സ്, ഒരു ലിമിറ്റിൽ കൂടുതൽ സ്മോക്സ് ഉണ്ടാവും, പലതരത്തിലുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്യാസസ് ഒക്കെ നമ്മളെ എയറിൽ തന്നെ ഇരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഹ്യൂമൻസിനായാലും ആനിമൽസിനായാലും എല്ലാം ഹാംഫുൾ ആണ്. പിന്നെ വോൾക്കാനോസ്, മീഥെയിൻ, ഡസ്റ്റ് എക്സെട്ര ആണ് നാച്ചുറൽ സോഴ്സസ്. Then next one ആണ് ഹ്യൂമൻ സോഴ്സസ്. ഹ്യൂമൻ സോഴ്സസ് എന്ന് പറയുന്നത് പവർ പ്ലാന്റ്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്, ഫ്യൂംസ്, ബേണിംഗ് വുഡ് സ്റ്റവ്സ്, ഫയർ പ്ലേസസ് ആൻഡ് ഫേർണസ്. നമ്മൾ തന്നെ മനുഷ്യന്മാരായിട്ട് തന്നെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻസ് ആണ്. പവർ പ്ലാന്റ്സിലൊക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ മൊഡ്യൂളിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓരോ പവർ പ്ലാന്റ്സിലും എഞ്ചിന്റെ വർക്കിലൊക്കെ ഒരുപാട് ഫ്യൂംസും ഗ്യാസസ് ഒക്കെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഹ്യൂമൻ സോഴ്സസ് ആണ്. അതൊക്കെ ഈ എയർ പൊല്യൂട്ടഡ് ആവാനുള്ള മെയിൻ റീസൺസ് ആണ്. നെക്സ്റ്റ് ഉള്ളത് മേജർ പൊല്യൂട്ടൻസ്. നമുക്ക് എയർ പൊല്യൂട്ടഡ് ആവുന്നുള്ള മേജർ കണ്ടന്റ്സ്, പലതരത്തിലുള്ള ഗ്യാസസ് കാരണം എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. അതിലുള്ള മേജർ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, ഫോട്ടോകെമിക്കൽ സ്മോക്ക്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓസോൺ. ഇത്രയും കാര്യങ്ങളാണ് മേജർ പൊല്യൂട്ടൻസ്. എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ്
സൾഫർ ഡയോക്സൈഡ്. ഇത് മൂന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ്. നമ്മള് എയറിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആക്കുന്ന സബ്സ്റ്റൻസസ് ആണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. കൂടാതെ നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, ഫോട്ടോ കെമിക്കൽ സ്മോക്ക്, ഓസോൺ, ഇതൊക്കെ എയർ പൊല്യൂട്ടഡ് ആവുന്ന മേജർ സോഴ്സസ് ആണ്, മേജർ ഗ്യാസസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ carbon dioxide. Carbon dioxide is one of the major pollutants in the atmosphere. Major sources of carbon dioxide, CO2, are fossil fuels burning and deforestation. CO2, a greenhouse gas emitted from combustion. അതെന്തെന്ന് പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ നടക്കുന്ന അല്ലെ, നമ്മൾ ഒരു ലിമിറ്റിൽ കൂടുതൽ പ്ലാന്റ്സും ട്രീസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അപ്പൊ എന്താണ് നമ്മൾ ഹ്യൂമൻസിന് എന്താണ്, ഹ്യൂമൻസ് ഫുൾ ഓക്സിജൻ ആണ് അബ്സോർബ് ചെയ്യുക. ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് ഓക്സിജനും, എക്സ്ഹേൽ ചെയ്യുന്നത് നമ്മൾ റിലീസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഒരു ലിമിറ്റിൽ കൂടുതൽ ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, പ്ലാന്റ്സും ട്രീസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന, നമ്മൾ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാൻ മരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ വരും. കാരണം ഈ മരങ്ങളാണ് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് ഈ പ്ലാന്റ്സും ട്രീസ് ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. സൺലൈറ്റിന്റെയും വാട്ടറിന്റെയും പ്രസൻസിൽ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് എല്ലാ ട്രീസിലും ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഡേ ടൈമിൽ നടക്കുന്നുണ്ട്. ഡേ ടൈമിൽ മാത്രമേ നടക്കുന്നുള്ളൂ, സൺലൈറ്റിന്റെ പ്രസൻസിൽ മാത്രം. അപ്പൊ നമ്മള് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ഈ ട്രീസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡീഫോറസ്ട്രേഷൻ, ഒരു ലിമിറ്റിൽ കൂടുതൽ ഡീഫോറസ്ട്രേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യാൻ ട്രീസ് ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. അത് നമുക്ക് തന്നെ ഹാംഫുൾ ആണ്, നമ്മൾ ഹ്യൂമൻസിനും ആനിമൽസിനും ഹാംഫുൾ ആണ്. ഒരു ലിമിറ്റിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻസിനായാലും ആനിമൽസിനായാലും ഹാംഫുൾ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഡീഫോറസ്ട്രേഷൻ ഒരു ലിമിറ്റിൽ കൂടുതൽ നടക്കുന്നത്. അതുപോലെ ഫോസിൽ ഫ്യൂൽസ് ബേണിംഗ്, ഫോസിൽ ഫ്യൂൽസ് കത്തുമ്പോഴും തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, CO2, എ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റഡ് ഫ്രം കമ്പഷൻ ഉണ്ടാവുമ്പോഴും CO2 ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഹാംഫുൾ ആണ്. ഈ എല്ലാ ഗ്യാസിനും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു എമൗണ്ട് ഉണ്ട്, ഇത്ര എമൗണ്ട് മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനായാലും ആനിമൽസിനായാലും ഹാംഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് CO. Carbon monoxide is colourless, odourless, non-irritating, but very poisonous gas. It is a product by incomplete combustion of fuels such as natural gas, coal, or wood. Vehicular exhaust is a major source of carbon monoxide. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, നോൺ ഇറിറ്റേറ്റിംഗ് ആണ്. കളർ ഉണ്ടാവില്ല, അതിന് സ്മെൽ ഉണ്ടാവില്ല, നോൺ ഇറിറ്റേറ്റിംഗ് ആണ്, നമുക്ക് അത് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഇറ്റ്സ് വെരി പോയ്സണസ് ഗ്യാസ്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ബൈ ഇൻകംപ്ലീറ്റ് കമ്പഷൻ. എന്ന് വെച്ചാൽ നമ്മൾ കമ്പഷൻ നടക്കുമ്പോൾ ഫുള്ളായിട്ട്, ഇപ്പൊ ബേണിംഗ് ഒക്കെ നടക്കുമ്പോഴെന്താ സംഭവിക്കുക, ചില കേസിൽ ഫുള്ളായിട്ട് ബേൺ ചെയ്യില്ല. കാട്ടുതീയൊക്കെ ഉണ്ടാകുമ്പോഴേ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ബേണിങ്ങില്, ഇതിലൊക്കെ എന്താണ്, ഒരു ലിമിറ്റിൽ കൂടുതൽ ബേൺ ചെയ്യാതെ പകുതി ഫുള്ളായിട്ട് കത്താതെ പകുതി പുകഞ്ഞു കളിക്കും. പുകയുമ്പോഴെന്താണ്, അവിടെ സ്മോഗ് ഉണ്ടാവും, ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ആണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹ്യൂമൻ ബോഡീസിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. അതുപോലെ കൽക്കരി കത്തുമ്പോൾ, കൽക്കരി, വുഡ്, ഇതൊക്കെ ഒരു നല്ല രീതിയിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഉണ്ടാകുമ്പോൾ, പകുതി കത്തിയിട്ട് ബാക്കി പുകഞ്ഞ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നത്. വെഹിക്കുലർ എക്സോസ്റ്റ്, വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഇതൊക്കെ കാർബൺ മോണോക്സൈഡിന്റെ മേജർ സോഴ്സസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഗ്യാസ് റിലീസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ തന്നെ മാക്സിമം റെഡ്യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബേണിങ്ങിൽ വുഡായാലും ബാക്കിയുള്ള സംഭവങ്ങൾ കമ്പഷൻ നടക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് കത്തിക്കണം. ഫുള്ളായിട്ട് കത്താതെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡീസിനായാലും ആനിമൽസിനായാലും എല്ലാം ഹാംഫുൾ ആണ്. ഓക്കെ,
അടുത്തതാണ് നൈട്രിക് ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്. നാച്ചുറൽ കമ്പോണന്റ് ഓഫ് ദി എർത്ത് അറ്റ്മോസ്ഫിയർ ആണ് നൈട്രിക് ഓക്സൈഡ്. ഇമ്പോർട്ടന്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോത്ത് ആസിഡ് precipitation and photochemical smoke and causes nitrogen loading. Comes from burning of biomass and fossil fuels. പറഞ്ഞ ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോഴാണ് ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 30 to 50 million tons per year from human activities and natural 10 to 20 million tons per year. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, നമ്മളെ ഓരോ ആക്ടിവിറ്റീസ് കാരണം 30 to 50 million ടൺസ് ഒരു ഇയറിൽ നമ്മൾ നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും നമ്മൾ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നാച്ചുറൽ കലാമിറ്റീസും നാച്ചുറൽ റിസോഴ്സസ് കാരണം, ഭൂമിയിൽ തന്നെയുള്ള നാച്ചുറൽ സോഴ്സസ് കാരണം 10 to 20 million ടൺസ് ഒരു ഇയറിലുണ്ട്. നമ്മുടെ ഹ്യൂമൻസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് 30 to 50 million ടൺസ് പെർ ഇയറും. അതേപോലെ നേച്ചറിൽ നിന്ന് തന്നെ 10 മുതൽ 20 വരെ മില്യൺസ് ടൺസ് ഒരു ഇയറിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് സൾഫർ ഓക്സൈഡ്സ്. സൾഫർ ഓക്സൈഡ്സ് എസ്പെഷ്യലി സൾഫർ ഡയോക്സൈഡ് ആർ എമിറ്റഡ് ഫ്രം ബേണിംഗ് ഓഫ് കോൾ ആൻഡ് ഓയിൽ. സൾഫർ ഡയോക്സൈഡ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൽക്കരി കത്തിക്കുമ്പോഴോ ഓയിൽ കത്തിക്കുമ്പോഴൊക്കെയാണ്. ബേണിംഗ് ഓഫ് കോൾ ആൻഡ് ഓയിൽ, ഇത് രണ്ടും ബേൺ ചെയ്യുന്ന സമയത്ത്, കമ്പഷന്റെ സമയത്താണ് സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. At sufficiently high concentration, sulfur dioxide irritates the upper respiratory tract of human beings because potential effect of sulfur dioxide is to make breathing more difficult by causing the finer air tubes of the lung to constrict. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൽക്കരിയൊക്കെ കത്തിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൾഫർ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ, ഹൈ എമൗണ്ടിൽ ഈ സൾഫർ ഡയോക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്യുവാണെങ്കിൽ, എമിറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് എന്താണ്, ഹ്യൂമൻസിന് അത് നമുക്ക് അബ്സോർബ് ചെയ്യേണ്ട അവസ്ഥ വരും അല്ലെ. ഒരു ലിമിറ്റിൽ കൂടുതൽ സൾഫർ ഡയോക്സൈഡ് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ശ്വസിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ നമ്മളത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വരെ നമ്മൾ ഹ്യൂമൻ ബീങ്സിലെ ശ്വസനാവസ്ഥയിൽ ശ്വാസകോശത്തിന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക്, ലങ്സിനൊക്കെ അത് മേജറായിട്ട് ബാധിക്കും. സൾഫർ ഡയോക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് കാരണം നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വരെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസ് ആണ് സൾഫർ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലിമിറ്റിൽ കൂടുതൽ സൾഫർ ഡയോക്സൈഡ് നമ്മളെ അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വരെ എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, കൂടുതലായിട്ട് നമുക്ക് ബ്രീത്തിങ് കൺട്രോൾ കിട്ടില്ല. നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽട്ട് അനുഭവിക്കും സൾഫർ ഡയോക്സൈഡ് കൂടുതലായിട്ട് ഇൻഹെയിൽ ചെയ്താൽ. ഓക്കെ, അപ്പൊ അത് ലങ്സിനെ വരെ അത് ബാധിക്കും. അടുത്തതാണ് ക്ലോറോഫ്ലൂറോ കാർബൺസ്, CFC. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഫസ്റ്റ് മോഡ്യൂളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. CFC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ക്ലോറോഫ്ലൂറോ കാർബൺസ്. CFCs are lowering the average concentration of ozone in the stratosphere. നമ്മുടെ അറ്റ്മോസ്ഫിയർ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ തന്നെ പല ലേയേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ലേയേഴ്സ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇങ്ങനെയുള്ള 5 ലേയേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിനെ തന്നെയാണ് അയണോസ്ഫിയർ എന്നും പറയുന്നത്. ഓക്കെ, അല്ലെ CFCs are lowering the average concentration of ozone in the stratosphere. ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓസോൺ പാളി. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നത്. നമ്മളെ സൂര്യനിൽ നിന്നുള്ള നമ്മളെ മേജർ സോഴ്സ് എന്താ, ലൈറ്റിന്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. സണ്ണിൽ നിന്നുള്ള UV റേസിനെ നമ്മളെ ഭൂമിയിലേക്ക് പതിക്കാതെ നമ്മളെ ഭൂമിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടാണ് ഓസോൺ ലെയർ ഉണ്ടാവുന്നത് അല്ലെ. ഈ UV റേസ്, അൾട്രാ വയലറ്റ് റേസ് നിന്നും നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ആണ് ഓസോൺ ലെയർ. അപ്പൊ ക്ലോറോഫ്ലൂറോ കാർബൺസ് ഒരു ലിമിറ്റിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്താൽ ആ ഓസോൺ ലെയറിനും ഇത് ഡാമേജ് ഉണ്ടാക്കുന്നു.
അതുപോലെ സ്പ്രേ കാൻസ്, ഡിസ്കാർഡഡ് ഓർ ലീക്കിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എക്യുപ്മെന്റ്. അതേപോലെ ലീക്കിംഗ് റെഫ്രിജറേഷൻ, നമ്മൾ റെഫ്രിജറേഷൻ ലീക്കിംഗ് എന്നൊക്കെ ലീക്കായ അവസ്ഥയിൽ ഫ്ലൂറോ കാർബൺസ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അതുപോലെ എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ് AC എക്യുപ്മെന്റ് എന്നൊക്കെ CFC നമ്മൾക്ക് സ്പ്രെഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ആൻഡ് ദ ബേണിംഗ് പ്ലാസ്റ്റിക് ഫോം പ്രോഡക്ട്സ് റിലീസ് CFC ഇൻ ടു അറ്റ്മോസ്ഫിയർ. ചില തരത്തിലുള്ള പ്ലാസ്റ്റിക്സ്, എല്ലാ പ്ലാസ്റ്റിക് അല്ല, ചില ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ CFC കൂടുതൽ റിലീസ് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഹാംഫുൾ ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ്, CFC സ്റ്റേ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫ്രം 22 to 111 years. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ്, CFCയുടെ അതിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച്, ആ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് അതിൽ CFC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റെഫ്രിജറേഷന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ആകാം, അതിന്റെ സ്പ്രേ കാൻസ് ഇതിന്നൊക്കെ CFC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഏതെന്നാണോ സ്പ്രെഡ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 22 വർഷം മുതൽ 111 വർഷം വരെ ഈ CFC എക്സിസ്റ്റ് ചെയ്യാം എന്നാണ് കണക്ക് പറയുന്നത്. CFC ഒരു ലിമിറ്റിൽ കൂടുതൽ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് ബേണിങ്ങിന്റെ ടൈപ്സ് അനുസരിച്ച് 22 to 111 ഇയേഴ്സ് വരെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ CFC എക്സിസ്റ്റ് ചെയ്യപ്പെടാം. അടുത്തതാണ് സ്മോഗ്. The smoke is created by burning coal and heavy oil that contains sulfur impurities in power plants, industrial plants, etc. Meanwhile, audible അല്ലേ? ഹലോ, ആരെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് തരണേ. ഓഡിബിൾ ആണോ? audible. Okay. Smoke is created by burning coal and heavy oil that contains sulfur impurities in power plants, industrial plants, etc. The smoke consists of mostly of a mixture of sulfur dioxide and fog. സൾഫർ ഡയോക്സൈഡിന്റെയും ഫോഗിന്റെയും കൂടിയിട്ടുള്ള മിക്സ്ചർ ആണ് സ്മോഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ് ആണ്. ലിമിറ്റിൽ കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന അത്രയും ഡേഞ്ചർ ആണ്, ഹാംഫുൾ ആണ്. ദ സസ്പെൻഡഡ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് സൾഫ്യൂറിക് ആസിഡ് are formed from the sum of the sulfur dioxide and a variety of suspended solid particles. Solid particlesഉം സൾഫർ ഡയോക്സൈഡും കൂടിയിട്ട് മിക്സ് ആകുമ്പോൾ സൾഫ്യൂറിക് ആസിഡിന്റെ കണ്ടൻസ് വരെ ഉണ്ടാവുക പറയുന്നത്. The smog is common during the winter in cities such as London, Chicago, Pittsburgh, etc. ഇങ്ങനെയുള്ള സ്മോഗ്സ് ലണ്ടൻ, ചിക്കാഗോ എന്ന് പറയുന്ന നഗരങ്ങളിലൊക്കെ വിന്റർ സീസണിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്യാസ് ആണ്. Okay, when these cities burned large amount of coal and heavy oil without control of the output, large scale problems were witnessed. Okay, ഇങ്ങനെയുള്ള ലണ്ടൻ, ചിക്കാഗോ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ലിമിറ്റിൽ കൂടുതൽ അവര് കൽക്കരിയും ഹെവി ഓയിൽസ് ഒക്കെ ബേൺ ചെയ്യുന്നുണ്ട്, കമ്പഷൻ നടക്കുന്നുണ്ട്. അപ്പൊ കമ്പഷൻ നടക്കുന്ന അവസ്ഥയിൽ ഈ സ്മോഗ് എന്ന് പറഞ്ഞ സൾഫർ ഡയോക്സൈഡിന്റെയും ഫോഗിന്റെയും കൂടെ മിക്സ്ചർ ആണ്. രണ്ടിന്റെയും കൂടി കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന മിക്സ്ചർ ആണ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ സ്മോഗ് ഒരു ലിമിറ്റിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഈ എയർ പൊല്യൂഷൻ കാരണം നമുക്കുണ്ടാവുന്ന എഫക്ട്സ്. Air pollution can affect our health in many ways with both short-term and long-term effects. നമ്മുടെ ഹെൽത്തിനെ, ഹ്യൂമൻ ഹെൽത്തിനെ പലതരത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എയർ പൊല്യൂഷൻ. ഷോർട്ട് ടേം ആയിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട്, ലോങ് ടേം ആയിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട്. ചില ഇതിന്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കുന്നത് ചില കേസിൽ ഷോർട്ട് ടേം എഫക്റ്റ് ആയിരിക്കും, ചില കേസിൽ നമ്മൾ ലോങ് ടേം ആയിട്ട് തന്നെ ഹ്യൂമൻ ബോഡീനെ ഈ എയർ പൊല്യൂഷൻ എഫക്ട്, ഈ പൊല്യൂട്ടൻസ് നമ്മുടെയും എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഷോർട്ട് ടേം എഫക്ട്സ് ഇൻക്ലൂഡ് ഇറിറ്റേഷൻ ടു ദ ഐസ്, നോസ് ആൻഡ് ത്രോട്ട് and upper respiratory infections such as bronchitis and pneumonia.
അതേപോലെ ഐ ഇറിറ്റേഷൻ, നമ്മുടെ അല്ലെ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇപ്പൊ കമ്പഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വുഡോ നമ്മൾ വേസ്റ്റ് ഒക്കെ കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള പുക, അല്ലെങ്കിൽ ഈവൺ അതൊന്നും വേണ്ട, നമ്മുടെ വീടുകളിൽ തന്നെ സാധാ അടുപ്പ് കത്തിക്കുമ്പോൾ അടുപ്പിൽ നിന്ന് ഉണ്ടാവുന്ന പുക പോലും നമ്മുടെ കണ്ണിന് ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട് പല കേസിലും. അപ്പൊ ആ കണ്ണിനെ ഇറിറ്റേറ്റഡ് ആക്കാൻ കാരണം എന്താണ്? ഇത് കത്തുമ്പോഴാണെങ്കിൽ പ്രശ്നമില്ല, പുകയുമ്പോൾ അതിൽ നിന്ന് ഗ്യാസ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാസ് ആണ് നമ്മളെ കണ്ണിനെ മൂക്കിനൊക്കെ ഇറിറ്റേറ്റഡ് ആക്കുന്നത്. അപ്പൊ അത് ചെറിയ അളവിലാണ്, അതാണ് പറയുന്നത് ഷോർട്ട് ടേം ഇഫക്റ്റ്. അത് ജസ്റ്റ് നമുക്ക് കണ്ണിനായാലും ജസ്റ്റ് ഒന്ന് ഇറിറ്റേറ്റഡ് ആവും, പിന്നെ ഓക്കെ ആയിരിക്കും. അതൊരു ചെറിയ ലിമിറ്റിൽ മാത്രം സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ചെറിയൊരു എഫക്റ്റിൽ ഷോർട്ട് ടേമിൽ നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓരോരാളെ ബോഡീന്റെ ഇത് അനുസരിച്ചിട്ട് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, നമ്മളെ ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ ആണ് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ഒക്കെ. ചില ബോഡീസിന് ഈ ഗ്യാസസ് ഒക്കെ, ഈ പുകകളൊന്നും ഒട്ടും, ചില അലർജിക് ആയിട്ടുള്ള ബോഡീസ് ഉണ്ടാവും, അവർക്കൊന്നും ഒട്ടും ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. ചെറിയ പുകയോ ഡസ്റ്റോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്ന് പറയുന്ന പോലത്തെ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ അതർ സിംറ്റംസ് എന്തൊക്കെയാണ്? ഹെഡ് ഏക്സ്, നോസിയ, അലർജിക് റിയാക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ഹെഡ് ഏക്സ്, അലർജി, ഇങ്ങനെയുള്ള ചില ആൾക്ക് അലർജി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ അലർജിക് തന്നെയായിരിക്കും. പിന്നെ ഈ ന്യൂമോണിയ എന്നൊക്കെ പറയുന്നത് ഷോർട്ട് ടേം അല്ല, ലോങ് ടേം ഇഫക്ട്സ് ആണ്. ഓക്കെ, വേറെയാണ് ഇൻക്രീസ് ഇൻ മോർട്ടാലിറ്റി റേറ്റ്, അല്ലെ? ചെറിയ കുട്ടികൾ ശിശുമരണ നിരക്കും അങ്ങനെയുള്ള റേറ്റ്സ് ഒക്കെ കൂടും. അതുപോലെ ക്രോണിക് പൾമോണറി ഡിസീസ് ലൈക്ക് ബ്രോങ്കൈറ്റിസ്, ആസ്മയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കാർബൺ മോണോക്സൈഡ് റെഡിലി കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, ദസ് റീപ്ലേസിംഗ് ഓക്സിജൻ ഫ്രം ബ്ലഡ്. ഇതൊക്കെ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹൈലി പോയിസണൈസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ഇങ്ങനെ പിന്നെ വെഹിക്കിൾസ് നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ്. വെഹിക്കിൾസ് നിന്നൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിനായിട്ട് അത് കമ്പൈൻ ചെയ്യും. എന്നിട്ട് നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് കളയും. ഒരു ലിമിറ്റിൽ കൂടുതൽ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് നമ്മളെ ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് കളയും. ഓക്കെ, ഇങ്ങനെയുള്ള കോസസ് ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ സൾഫർ ഡയോക്സൈഡ് ഒക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകളും ഉണ്ട്. The long-term health effects can include chronic respiratory disease, lung cancers, heart disease, and even damage to the brain, nerve, liver, or kidneys. ഇങ്ങനെ ചില കേസിൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പോവാതെ ഇങ്ങനെ നമ്മളെ സ്ഥിരമായിട്ട് ഈ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവും. നമ്മളെ ലങ്സിന് ലങ് ക്യാൻസർ ഉണ്ടാവാം. എല്ലാവർക്കും അല്ല, ചില ഹ്യൂമൻ ബോഡീസിൽ ലങ് ക്യാൻസർ ഉണ്ടാവുന്നവരുണ്ടാവും. ഹേർട്ട് ഡിസീസ്, ഡാമേജ് ടു ദ ബ്രെയിൻ, നമ്മളെ ബ്രെയിൻ തന്നെ ഡാമേജ് ആവുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നെർവ് സിസ്റ്റം, ലിവർ, കിഡ്നി, ഇതിനൊക്കെ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസസ് ഇൻഹെയിൽ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 500,000 people die prematurely every year in the United States as a result of smoking cigarette. സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന കാരണം തന്നെ 500,000 people എവറി ഇയർലി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പിന്നെ ഇത് സ്മോക്ക് ചെയ്യുന്നത് കാരണം അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. 500,000 people യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. ഈ സ്മോക്കിംഗ് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ അതും ഇഞ്ചൂറിയസ് ആണ് അല്ലെ, നമ്മുടെ ഹെൽത്തിന് ഇഞ്ചൂറിയസ് ആയിട്ടുള്ള കാര്യമാണ് സ്മോക്കിംഗ് സിഗരറ്റ് സ്മോക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സ്മോഗ്, അതിൽ നിന്നുണ്ടാകുന്ന പുക നമ്മുടെ ഹ്യൂമൻ ബോഡീസിന് ഏറ്റവും ഡേഞ്ചർ ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാം. The environmental impacts. Pollutants such as sulfur dioxide, nitrogen oxides, ozones, and peroxyl nitrates cause direct damage to the leaves of crop plants and trees when they enter leaf pores. That's tomats.
അതെന്താന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, ഓസോൺ ഇങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് കോസ് ഡയറക്റ്റ് ഡാമേജ് ടു ലീവ്സ് ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്. നമ്മൾ കൃഷി ചെയ്യപ്പെടുന്ന പ്ലാന്റ്സിന് ഇതൊക്കെ ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസ് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ടും ഈ പ്ലാന്റ്സിന്റെ ലീവ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ട്രീസ് വെൻ ദേ എൻറ്റർ ലീഫ് പോർസ്. ലീഫ് പോർസ് എന്ന് പറയുന്നതാണ് സ്റ്റൊമാറ്റ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും സ്റ്റൊമാറ്റ. കാരണം ഈ പ്ലാന്റ്സിൽ ലീഫ് നിന്നാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ പ്ലാന്റ്സിലായാലും ട്രീസിലായാലും ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ പ്ലാന്റ്സിന്റെ ലീഫാണ്. ആ ലീഫിലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോർസ് ആണ്, മൈന്യൂട്ട് ആയിട്ടുള്ള സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ ഓർ സ്റ്റൊമാറ്റ്സ്. ഓക്കെ, ഈ സ്റ്റൊമാറ്റാന വരെ ഡയറക്റ്റ് ആയിട്ട് സൾഫർ ഡയോക്സൈഡ് അത് ഡയറക്റ്റ് ആയിട്ട് ഹാംഫുൾ ആണ്, ഡയറക്റ്റ് ആയിട്ട് നെഗറ്റീവ്ലി ഇഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സും ഇതൊക്കെ cause direct damage to the leaves of crop plants and trees when they enter leaf pores or stomata. സ്റ്റൊമാറ്റയില് ഈ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ് ഒക്കെ സ്റ്റൊമാറ്റയില് അബ്സോർബ് ചെയ്യുമ്പോൾ, സ്റ്റൊമാറ്റയില് എഫക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർക്ക് ഈ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റൊമാറ്റയിലാണ്, ഈ ലീഫിലാണ് പ്ലാന്റ്സിന്റെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ലീഫിനെ തന്നെ പറയുന്നത് കിച്ചൺ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം ലീഫാണ്. ഓക്കെ, അപ്പൊ ലീഫിനെയൊക്കെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസ്. അടുത്ത എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. പ്ലാന്റ്സിൽ സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ്, ഓർഗാനിക് മാനുവർ ആൻഡ് അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ് എഫക്ട് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. ഇങ്ങനെ പെസ്റ്റിസൈഡ്സ് അല്ലെ, നമ്മൾ കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇങ്ങനെയുള്ള ക്രോപ്പിലൊക്കെ അത് അതിന്റെ പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു ലിമിറ്റിൽ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലാന്റ്സിന്റെ ഗ്രോത്തിനൊക്കെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു. ഡിസ്ട്രോയ് ക്ലോറോഫിൽ ഫോർമേഷൻ, ഡിസ്റ്റർബ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നേരത്തെ പറഞ്ഞു, ഫോട്ടോസിന്തസിസ് നടക്കും. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനാണ്. പ്ലാന്റ്സും ട്രീസ് ഒക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ആ ഫോട്ടോസിന്തസിസിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്നത് ദ സബ്സ്റ്റൻസ് വിച്ച് ഗീവ് ഗ്രീൻ കളർ ടു ദി ലീവ്സ്. ലീവ്സിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ക്ലോറോഫിൽ. കാരണം ഈ ക്ലോറോഫിലാണ് ഈ സൺലൈറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. സൺലൈറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഇതിന്റെ മൂന്നിന്റെ പ്രസൻസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ ഈ ക്ലോറോഫിൽ കണ്ടന്റ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ക്ലോറോഫിൽ കണ്ടന്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ഡിക്രീസസ് ക്ലോറോഫിൽ കണ്ടന്റ്, കോസസ് ക്ലോറോസിസ്. കാരണം സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസസ് ആണ് പ്ലാന്റ്സിലുള്ള ക്ലോറോഫിൽ കണ്ടന്റിനെ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ ക്ലോറോഫിൽ കണ്ടന്റ് ഡിക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഫോട്ടോസിന്തസിസ് ശരിയായ രീതിയിൽ നടക്കൂല. ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ലെങ്കിലോ നമുക്ക് ഇൻഹേൽ ചെയ്യാൻ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. ഇപ്പൊ ഡീഫോറസ്ട്രേഷൻ നടന്നാലും ഉള്ള പ്ലാന്റ്സിൽ തന്നെ ഫോട്ടോസിന്തസിസ് നടക്കാതെ വന്നാൽ ഓക്സിജൻ അവസ്ഥ വരും നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സൾഫർ ഡയോക്സൈഡ് എന്നൊക്കെ പറയുന്ന നമുക്ക് അത്രയും ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസിന്റെ യൂസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് നൈട്രജൻ ഡയോക്സൈഡ്, പെർമനന്റ് ലീഫ് ഫോൾ. നൈട്രജൻ ഡയോക്സൈഡ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് പ്ലാന്റ്സിനെ എഫക്ട് ചെയ്യുന്നത്? പെർമനന്റ് ലീഫ് ഫോൾ, ഇങ്ങനെ കൊഴിഞ്ഞു പോക്ക്, ഇലകൾ കൊഴിയാം അല്ലെ, സ്ഥിരമായിട്ട് ഇലകൾ കൊഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ തൊട്ട് മുന്നേ പറഞ്ഞു, ഈ ഫോട്ടോസിന്തസിസിൽ തന്നെ ലീഫിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ലീഫ് തന്നെ കൊഴിഞ്ഞു പോയാൽ എന്താ നടക്കുക? ഫോട്ടോസിന്തസിസ് നടക്കാത്ത അവസ്ഥ വരും. അപ്പൊ നൈട്രജൻ ഡയോക്സൈഡ് ആണ് പെർമനന്റ് ലീഫ് ഫോളിനെ എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓസോൺ നെക്രോസിസ്, ഡെഡ് ഏരിയ ഓഫ് ലീഫ് ഡാമേജസ് ദി ലീവ്സ്. ഓക്കെ, അടുത്ത എഫക്റ്റ് ആണ് എയർ പൊല്യൂഷന്റെ അടുത്ത എഫക്റ്റ് ആണ് ആസിഡ് റെയിൻ, ഗ്രീൻ ഹൗസ് ഇഫക്ട്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്. ഇതിൽ ആസിഡ് റെയിനും ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൂടുതലായിട്ടും ആ സമയത്ത് ഡിസ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് ആസിഡ് റെയിൻ. It is caused when a pollutant combines with droplets of water in the air.
The effects of acid rain on the environment can be serious. Acid rain, it is caused when a pollutant combines with the droplets of water. എന്താണ് ഈ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള പൊല്യൂട്ടൻസ് ഉണ്ട് അല്ലെ. സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പൊല്യൂട്ടൻസ് ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വെച്ച് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് അത് മഴയായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് തന്നെ പതിക്കും. അപ്പൊ ഈ ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് തന്നെ വീണ്ടും അത് ഹാംഫുൾ ആണ് അല്ലെ. അതിന്റെ കുറെ എഫക്ട്സ് ഉണ്ട്. പല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിൽഡിങ്ങിനൊക്കെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. വളരെ മാരക ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും ഈ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ താജ്മഹലില് ഇങ്ങനെ ഈ ആസിഡ് റെയിൻ നടന്നത് കാരണം ആസിഡ് റെയിനിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഡിസ്ട്രക്ഷൻസ് നടന്നു എന്ന് കേട്ടു. അതൊക്കെ ഈ ആസിഡ് റെയിനിന്റെ ഇതാണ്. ആസിഡ് റെയിൻ നടക്കാൻ തന്നെ കാരണം എന്താണ്, ഇങ്ങനെയുള്ള വിഷവാതകങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് റെയിൻ ഡ്രോപ്ലെറ്റ്സ് ആണ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആസിഡ് റെയിൻ ആയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പൊ ഇതൊക്കെ എയർ പൊല്യൂഷന്റെ ഒരു എഫക്റ്റ് ആണ്. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ആനിമൽസ്. Just like humans, animals also face some devastating effects of air pollution. നമ്മൾ ഹ്യൂമൻസിനെ പോലെ തന്നെ ആനിമൽസും പലതരത്തിലുള്ള എയർ പൊല്യൂഷന്റെ എഫക്റ്റ് അനുഭവിക്കുന്നുണ്ട്. ടോക്സിക് കെമിക്കൽസ് പ്രസന്റ് ഇൻ ദ എയർ ക്യാൻ ഫോഴ്സ് വൈൽഡ് ലൈഫ് സ്പീഷീസ് ടു മൂവ് ടു ന്യൂ പ്ലേസ് ആൻഡ് ചേഞ്ച് ദർ ഹാബിറ്ററ്റ്. ഇങ്ങനെയുള്ള ഒരു ലിമിറ്റിൽ കൂടുതൽ ടോക്സിക് കെമിക്കൽസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എയറിൽ പ്രസന്റ് ചെയ്യുന്നത് കാരണം ഈ വൈൽഡ് ലൈഫ് സ്പീഷീസ്, വന്യജീവികൾക്ക് എന്താണ്, മൂവ് ടു ന്യൂ പ്ലേസ് ആൻഡ് ചേഞ്ച് ദർ ഹാബിറ്ററ്റ്. അവരെ വാസസ്ഥലം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയുള്ള ടോക്സിക് കെമിക്കൽസ് അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്യുന്നത് കാരണം വൈൽഡ് ലൈഫ് സ്പീഷീസിനൊക്കെ അവരുടെ ഹാബിറ്ററ്റ്, അവരുടെ വാസസ്ഥലം ഉപേക്ഷിച്ച് പുതിയ സ്ഥലം തേടി പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. Toxic chemicals present in the air can force wildlife species to move to new place and change their habitat. The effect of air pollution on materials. The particulate matter causes damage to building. Building damage ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബിൽഡിംഗ് ഡാമേജ് ആസിഡ് റെയിൻ കാരണമാണ് ഡാമേജ്, പല ബിൽഡിങ്സിനൊക്കെ ഡാമേജ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. The corrosion is enhanced, causes cracks, fading of pointed surface. The particulates accumulate on the soil and reduces fertility of soil. ഈ ആസിഡ് റെയിൻ ഒക്കെ നടക്കുന്നത് കാരണം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും അല്ലെ, മണ്ണിന്റെ ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട്. ഈ ആസിഡ് റെയിനിൽ വിഷവാതകങ്ങളൊക്കെ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ മണ്ണിലേക്ക് വരുമ്പോഴേ റെഡ്യൂസ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ, അത് നമ്മുടെ ക്രോപ്പിനെ തന്നെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന അവസ്ഥ വരെ വരാറുണ്ട്. ഓക്കെ,